ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു JP. നമ്മുടെ കരിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡ് കൊണ്ടുണ്ട് ജാം. ഓക്കെ, എന്തായാലും റിയാക്ഷനിലേക്ക് പോകാം. 4 ദിവസമേ വന്നിട്ട് റിയാക്ഷൻ നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഹബീബി, back to Kerala. നീ എന്നാ പോണേ? വണ്ടി ഇട്ടാ. ഓക്കേ. എടാ നീ എന്താ ഒന്നും മിണ്ടാത്തേ? എടാ എന്താണ് നീ മിണ്ടാത്തത്? കുറെ നാളായില്ലേ കണ്ടിട്ട്. നമ്മുടെ കൂട്ടുകാരൊക്കെ ഇപ്പോൾ അവിടെ എല്ലാവരും. ഞാൻ അവിടെ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അറബി ഒരു കൊച്ചു പൂച്ചക്കുട്ടീനെ തന്നു. ഞാൻ എന്റെ കഴുത്തിൽ മണിയൊക്കെ കെട്ടിയിട്ട് കിങ്ങിണി എന്ന് പേര് വെക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച പാലെ കുടിച്ച് വളർന്നത്. കുറെ നാളെ എല്ലാവരും കണ്ടിട്ട്. നീ പോയിട്ട് 2 മാസമല്ലേ ആയിട്ടുള്ളൂ? അതാ കുറെ നാളായെന്ന് പറഞ്ഞാ. 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിപ്പുലിയായി. പുള്ളിപ്പുലിയാ? എടാ നമുക്ക് പോയി മുട്ട വെച്ച് കഴിക്കാം. പുള്ളിപ്പുലി അല്ലടാ, പുലി. നമുക്ക് പോയി മാങ്ങ പറിക്കാം. എടാ നീ കറക്റ്റ് എടുത്താ? ഉണ്ണിമാമന്റെ വണ്ടിയാ. ഉള്ള അറബിയുടെ അതേ വണ്ടി. പക്ഷെ നമ്മുടെ റോഡിന് ഇത് അടിപൊളി വണ്ടിയാട്ടാ. എന്താളിയാ ഫാദനെ കിട്ടിയാ? കിട്ടടാ, കിട്ടിയത് വന്നോണ്ടിരിക്കുക. എന്നാ രണ്ടും കൂടി എന്റെ ഫ്ലാറ്റിലേക്ക് പോര്. നമ്മുടെ കലൂര് മെട്രോ സ്റ്റേഷന്റെ അടുത്താണ്. അറബിയുടെ ഭക്ഷണമാണ് ഭക്ഷണം. ഇതും കൂടെ കൂട്ടി കഴിച്ച് കഴിക്കാൻ മനസ്സിലായി. നമുക്ക് കുറച്ച് ചോറ് കഴിച്ചാലാ? ഞാനങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. നല്ല പുത്തിരി ചോറ്, അതിനകത്ത് കുറച്ച് പുളിശ്ശേരിയോ തൈരോ എന്തെങ്കിലും ഇട്ടിട്ട്. എനിക്ക് കുഴിമന്തി മതി. വിടറാ, നല്ല ചുമല ചമ്മന്തി ഇട്ടുന്ന കട നോക്കി ചവിട്ട്. ഇവിടെ ചവിട്ടാനല്ല. ആള് വട്ടം ചാടിയപ്പോ വണ്ടി തന്നെ ബ്രേക്ക് ചെയ്തതാ. ലെവൽ 2 ADAS ഫീച്ചർ. പണ്ട് ഞങ്ങളുടെ അറബി ഈ വണ്ടി എടുത്തോണ്ട് ഡെസേർട്ട് ഡ്രൈവിന് പോയതാ. ഒരു ഒട്ടം ചെന്ന് ഫ്രണ്ടിലോട്ട് ചാടി. വണ്ടി ആ സ്പോട്ടിൽ നിന്നില്ലേ, ഒട്ടത്തിന്റെ കണ്ണ് നനഞ്ഞു പോയി. ഇങ്ങനെ കടിയൊന്നുമില്ലേ? എടാ നീ വണ്ടി ഒന്നും നോക്കിയത് ഞാൻ കുടിച്ചോ. ഇതെങ്ങനെയാണോ ഈ വണ്ടിക്ക് മെസ്സേജ് അയച്ചാ? ഇത് ഈ വണ്ടിയുടെ പുതിയ ഫീച്ചറാ, ബ്ലൂ ലിങ്ക്. കാരണം കുറെ സെറ്റപ്പ് ഒക്കെ മൊബൈലിൽ വെച്ച് തന്നെ കൺട്രോൾ ചെയ്യാം. വീട്ടിലിരുന്ന് അലക്സ വഴിയും ചെയ്യാം. സൂപ്പറാ. പുള്ളിപ്പുലിയോ? എടാ മണി 2:30. മരുൺ കൊറേയല്ലേ വിളിക്കണ്ട. അവന്റെ ഫ്ലാറ്റിൽ പോകണ്ട നമുക്ക്. വിളിക്കും. എടാ എവിടെ പോയി കിടക്കണേടാ? എത്ര നേരം നിന്നെ കിടന്ന് വിളിക്കുന്നു. എടുക്കാൻ പറ്റില്ലെങ്കിൽ തിരിച്ചു വിളിക്കാൻ പാടില്ല. അതല്ലാതെ ഞങ്ങളിപ്പോ തിരിച്ചു വിളിച്ചത്. അവിടെ രാവിലെ കൂട്ടുകാരുടെ കൂടെ കുറെ കറങ്ങി അടിച്ച് കിടന്നു, കുറെ ഫുഡൊക്കെ തന്നു. ഈ പ്രായത്തിലുള്ള എന്തെങ്കിലും കഴിക്കാനൊക്കെ തുടങ്ങും. എടാ ഞങ്ങൾ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. നിന്റെ വീടിന്റെ ലൊക്കേഷൻ എഴുതിയാ? അങ്ങോട്ടൊന്നും പോകണ്ട, ഞാൻ അവിടെ ഇല്ല. ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങി. എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ്. അതൊന്നും പറ്റത്തില്ല. എനിക്കിപ്പോ നിന്നെ കാണണം. 3000 കിലോമീറ്റർ അപ്പുറത്ത് ഞാനിപ്പോ വന്നേക്കുന്നേ. നീ ഒരു കാര്യം ചെയ്യും, ഓഫീസിന് താഴെ വന്നിട്ട് വിളിക്കും. ഞാൻ താക്കൂല തരാം. എന്നാ നിന്റെ ലൊക്കേഷൻ അയച്ചാ ഞങ്ങൾ അങ്ങോട്ട് വരിക. സാറേ ഞാനൊരു ഹാഫ് ഡേ ലീവിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അത് നിന്നാണ്. ഡ്യൂട്ടി കൂട്ടി എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്. വീട്ടിൽ കയറാൻ നോക്ക്. എടാ എന്ത് പോസ്റ്റാടാ വന്നത്? ദുബായി പോയിട്ട് നിനക്ക് ഒരു മാറ്റം ഇല്ലല്ലോ. ഇല്ലേ? അതെ, രണ്ടിനോട് ഒരു കാര്യം പറഞ്ഞേക്കാം. നേരെ പോയി ഫ്ലാറ്റിൽ കയറിക്കൊള്ളാം. ആവശ്യമില്ലാതെ ഒരു വള്ളിയും പിടിക്കാൻ പോരുത് കേട്ടാ. ഇവിടെ കുറെ പ്രായമുള്ള ഫാമിലിയൊക്കെ താമസിക്കണാണ്. ഇവിടെ ബാച്ചിലേഴ്സിന് ഫ്ലാറ്റ് ഇടാൻ ഇച്ചിരി പണിയാണ്. ഒറ്റ രാത്രി കൊണ്ട് എന്നെ വഴിയാത്ത ഒക്കരുത് രണ്ടും കൂടി കേട്ടാ. നീ വരുന്നില്ല? വാ കേറ്. നിങ്ങൾ പോയി കയറിക്കോ. ഞാൻ ഒരു ഹാഫ് ഡേ ലീവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം. അവന് ഇക്കളൊക്കെ ഉണ്ടല്ലോ, കുറച്ച് വെള്ളം മേടിച്ചു കൊടുക്ക്. അവന് ഞാൻ വെള്ളമോ എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാം. നീ പോയി ഹാഫ് ഡേ ലീവ് എടുത്തോണ്ട് പോവാ. തിരുവാതിര കളിക്കുന്നോ? പോയി ലീവ് എടുത്തോണ്ട് വാടാ. അപ്പൊ നിനക്ക് എന്തുവാടാ കുടിക്കാൻ വേണ്ടത്? പറയടാ. പേരൊക്കെ എഴുതിട്ട് പോട്ടോ. പിടിച്ചേ. എന്തുവാ പേര്? വേലായുധൻ. ഞാൻ ചേട്ടനെ വേലൂന്ന് വിളിക്കും കേട്ടോ. ചേട്ടന്റെ നമ്പർ എത്രയാ? 04
04 84 84 543 543 3 നമ്പർ എക്സ്ട്രാ ഇട്ടുണ്ട് കേട്ടോ. ഫാൻസി നമ്പർ ഒക്കെ ആണല്ലോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആ ബെസ്റ്റ് ലിഫ്റ്റും ഇല്ലേ? വാടാ സ്റ്റെയർ കയറാം. എത്ര നില ഇത് കേറിയിട്ടും തീരുന്നില്ല. അതെ, ഞാൻ പറഞ്ഞ മുട്ടായി റിമോട്ട് കാറിന്റെ അടുത്തുണ്ടല്ലോ അല്ലേ? ഇതാണോ ഫ്ലാറ്റ്? പിന്നെ ഇത് തിരിയുന്നില്ല. ആര്? വിറപ്പിക്കാതെ ഒടിഞ്ഞു പോകുന്നത്. ഇങ്ങനെ മുകളിലേക്ക് ഒന്ന് പൊക്കിയിട്ട് വെയിറ്റ് കൊടുത്തിട്ട് എടുക്ക. ആരാ? ഞങ്ങള് വരുണ്ട ഫ്രണ്ട്സ് ആട്ടാ. ആഹാ, വരുന്ന ഫ്രണ്ട്സാ? എന്താ കാര്യം? ചേട്ടാ അവനിന്ന് നൈറ്റ് ഡ്യൂട്ടിയാ. ചാവി വന്നിട്ട് പോയി. പക്ഷെ ഇത് തുറക്കാൻ നോക്കിട്ട് തുറയുന്നില്ല. അത് പൂട്ട് ജാമായ കൊണ്ടായിരിക്കും. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. തന്റെ തൊണ്ടയ്ക്ക് എന്താ പറ്റിയേ? അതും ജാമായതാ? ആ എക്കള് ചേട്ടാ. ചേട്ടാ ഒരു ഗ്ലാസ് വെള്ളം തരുമോ? ആ പിന്നെന്താ, കേറി വാ, വെള്ളം തരാം. അല്ല അത് വേണ്ട, എല്ലാരും ഉറക്കമായിരിക്കില്ലേ, ഒരു ഗ്ലാസ് വെള്ളം തന്നാ മതി. വരുൺ ഇപ്പൊ ഹാഫ് ഡേ ലീവ് എടുത്തിങ്ങ് വരും. ആരെ എഴുതി വെച്ചിട്ടൊക്കെ ആയിരുന്നോ കേറി വന്നത്? ആ ഈ കിളിയും കൊണ്ട് അധികം ഉറക്കണമെന്ന് കറങ്ങണ്ട. നല്ല എക്കോ ഉള്ള ഫ്ലാറ്റ്, ആൾക്കാർക്കൊന്നും ഉറങ്ങാൻ പറ്റുകയല്ല. പിന്നെ നിന്നെ ഒന്നും ഞാൻ ഉറക്കുകയല്ല. ചുമ്മാ ചുമ്മാ കേറി വാ, നമ്മളൊക്കെ ഒരു ഫ്ലാറ്റുകാരില്ലേ. ആരും വരുമ്പോ വിളിച്ചോളും. വാ കേറ്, കുത്തിരി, വെള്ളം തരാം, ചെല്ല്. വാ പിള്ളേരെ വാ. അവളുടെ ഒരു നാണം. പൈക്കുടി ഇക്കിളക്കരയ്ക്ക് പോയി ഇക്കിളക്കരയ്ക്ക് വന്നു. ഇക്കിള് പോയാ താങ്ക് യു ഏട്ടാ. മോന അല്ല അച്ഛനാ. നിങ്ങൾ വരുണ്ടേ ആരാന്നാ പറഞ്ഞേ? ഞങ്ങളെ ചെറുപ്പം തൊട്ടേ കൂട്ടുകാരാണ്. അപ്പൊ ഇപ്പൊ ഇവന് ലീവ് കിട്ടിയപ്പോ ഓണാഘോഷിക്കാൻ വേണ്ടി വന്നതാ. ആഘോഷിക്കാൻ വേണ്ടി കെട്ടിയെടുത്താണല്ലേ? എന്താ? അല്ല കെട്ടിപ്പറിക്കൊണ്ട് എങ്ങനെയാ വന്നത്? ഫ്ലൈറ്റില്. എന്നിട്ട് എവിടെ കൊണ്ട് പാർക്ക് ചെയ്തത്? നെടുമ്പാശ്ശേരില് ടെർമിനൽ 1 ഇപ്പൊ ചിലപ്പോൾ വിട്ട് കാണും. വിളിച്ചു ചോദിക്കണം. എടോ അവിടുന്ന് ഇങ്ങോട്ട് എങ്ങനെയാ വന്നത്? അത് കാറില്. അതെവിടെ കൊണ്ട് പാർക്ക് ചെയ്ത്? അല്ല ഈ ഗസ്റ്റ് പാർക്കിൽ തന്നെയാണോ പാർക്ക് ചെയ്തെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. ചില അലവരാതികളൊക്കെ തോന്നുന്നത് കൊണ്ട് പാർക്ക് ചെയ്യുന്നേ. ആ ഇല്ല, പുറത്ത് റോഡ് സൈഡിലിട്ട്. ആ നന്നായി. അല്ല ഇവിടെ നിന്ന് എത്ര നാൾ ആഘോഷിക്കാനാ പ്ലാൻ? ഓണം വരെ കാണും. ഇനി ഞങ്ങൾക്ക് വീട്ടിൽ പോകണം. തിരുവോണത്തിനൊന്നും കുടുംബത്ത് പോകാൻ സമ്മതിക്കൂല. അറുപാബ് വിളിക്കുന്നു. എന്റെ മുതലാളിയാ, ഒന്നെടുത്തോട്ടെ. No. I don't have helicopter. You call police or forest authority, not me. Shukrin. എടാ കിങ്ങിണി കയറും പൊട്ടിച്ചോണ്ട് ഓടിയെന്ന്. എങ്ങട്? കിങ്ങിണി ആരാ? പശുവാ? കറവളെ കറക്കാനോട്ട് ചെല്ല്. പശുവല്ല, പുലി. പുലിയാ? ദേ നോക്കാം. ദുബായ് സർക്കസിലാണോ ജോലി? സർക്കസിലല്ല, ഞാൻ അവിടെ അറബാബിന്റെ അണ്ടറിലായിരുന്നു. താനോ? ഞാൻ ഇപ്പൊ എന്റെ അച്ഛൻ്റെ അണ്ടറിലാണ് ഒരു കോഴ്സ് പഠിച്ചോണ്ടിരിക്കുക. ഈ വരുൺ ബാച്ചലർ ആണല്ലേ? അല്ലേ? അല്ലേ? അതെ. എന്താട്ടാ? അല്ല ഇവിടെ പൊതുവെ ഫാമിലിക്ക് ഫ്ലാറ്റ് കൊടുക്കാറുള്ളൂ. അതിന്റെ ഒരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. എന്നാലും ഇങ്ങനെ തലവലാതികൾക്കൊന്നും ഇവിടെ ഫ്ലാറ്റായി കൊടുക്കാത്തതാ. എന്നിട്ട് വരുൺ എങ്ങനെ കിട്ടി ഫ്ലാറ്റ്? അവൻ പുറത്ത് കുറെ അന്വേഷിച്ചേ അവസാനം ഈ തുക്കട സെറ്റപ്പേ കിട്ടിയുള്ളൂ. പക്ഷെ അവൻ നമ്മളെ പോലെ അല്ലല്ലേ, അലവലാദികളുടെ കൂടെ മേണ താമസിച്ചോളൂ. ഞങ്ങളിത് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഇവിടത്തെ സെക്യൂരിറ്റി കുമ്പാർണനെ പോലെ കിടന്ന് ഉറങ്ങുന്നത്. ഇങ്ങോട്ട് വരാൻ ഗൂഗിൾ മാപ്പ് ഒന്നും വേണ്ട. അയാളുടെ കൂർക്കമ്പലി കേട്ട് വരം പിടിച്ചും കൊണ്ട് നടന്നു വന്നാൽ മതി. ഒരു കള്ളം വന്ന് കയറി അയാളെ കൊണ്ട് പിടിക്കാൻ പറ്റുമോ? ഇല്ല.
ഇല്ല. മേളിലോട്ട് കയറാൻ ഇവിടെ ലിഫ്റ്റ് ഉണ്ടോ? ഇല്ല. മേളിലോട്ട് സ്റ്റെപ്പ് വഴി കയറി കഴിഞ്ഞാൽ താക്കോലിട്ട് തുറക്കാൻ പറ്റിയ ഒരു കഥ ഉണ്ടോ? ഇല്ല. എന്റെ അറബാ പറയണം ഞാൻ ഇവിടെ ഓണാഘോഷിക്കാൻ വന്നേന്ന്. ഓട്ടെ എന്റെ കിങ്ങിണി അറിഞ്ഞാൽ ഡിപ്രഷൻ അടിച്ചാവും. ഇല്ല. അതെ വരും വിളിക്കണേ. ആ ഹലോ. ആ നീ എവിടെയാ? നിന്റെ വാതിൽ തുറന്നിട്ട് നിന്റെ വീടിന്റെ ഓപ്പോസിറ്റിലെ വീട്ടിൽ കയറിയിരിക്കുക. അല്ലല്ല ഇത് 6A. വേറെ ഫ്ലോറാണ്, മുകളിലോട്ട് കയറുക. അയ്യോ മോളത്തെ ഫ്ലോറാ. പോരാ സോറി ദേവന് ഫ്ലോർ മാറിപ്പോയി. സോറി ഞങ്ങളെ മോളിലാ. സോറി ഏട്ടാ. സോറി മോനെ മുട്ടായും പേനയൊക്കെ പെട്ടി പൊട്ടിച്ചിട്ട് തരാം കേട്ടോ. നോക്കത്തില്ല ചേച്ചി, ഞങ്ങളോട്ട് ഇറങ്ങുക. ചേച്ചിയുടെ ഒരു നാണം. ചേച്ചി ടാറ്റ. ഹായ്, എന്ത് ശരിയാടാ ഇത്? താഴത്തെ വീട്ടിലെ ചേണ്ടായിന്ന് പഠിച്ച ഇവന് ഫ്ലാറ്റ് മാറിപ്പോയി, എന്നിട്ട് പുള്ളിയുടെ വീട്ടിൽ കയറി ഇരിക്കുവായിരുന്നു. ഏത് വീട്? തൊട്ട് താഴെ ഓപ്പോസിറ്റിലെ വീട്ടിലെ ചേട്ടൻ എടുത്തു. അവിടത്തെ ചേട്ടനെ മോനെ കാണും, ഒരു അച്ഛനകത്തിട്ട് വാർത്ത പോലിരിക്കും. മംഗലശ്ശേരി നീലകണ്ഠനെയും കാർത്തികനെയും പോലെ. അവിടെ കാലതാമസം ഉണ്ടോ? ഇവിടെ എന്റെ സൈഡ് ബാഗ് അവിടെ ഇരിക്കുക. എന്നാ പോയി എടുത്തിട്ട് വരാം. ഇനിയിപ്പോ നാളെ പോയി എടുക്കാം. ഈ രാത്രി ഒന്നും പോയി അവിടെ മുട്ടണ്ട, കിടന്നുണ്ടാവും. പാസ്പോർട്ടും ഡോക്യുമെന്റ്സും ഒക്കെ അതിനകത്തിരിക്കും. അത് പോയ പണി വാളും. അവരൊന്നും ഉറങ്ങിയിട്ടില്ലെന്ന്. നിക്ക്. കുഴപ്പമില്ല പിന്നെ. ഉറങ്ങി എത്ര പെട്ടെന്ന്. ഇവിടെ നീ നേരത്തെ ഇട്ട ഇക്കൾ ഒന്നോടെ ഇട്ട ചിലപ്പോ തുറന്നാലേ. ചേടാ ഇത് എന്തൊരു ഉറക്കം വെക്ക്. അവരെ ലൈറ്റൊക്കെ കിടത്തി കിടന്നു തോന്നണ്. നാളെ വന്ന് ചോദിക്കാടാ. നീ എവിടെയും പോണില്ലല്ല. ജാം നാടെ കൊടുത്തേക്കണം. ഞാൻ വേറെ എന്താണ് വെച്ചു. ഓക്കെ, എന്തായാലും സെക്കൻഡ് പാർട്ട് പോകാൻ വേണ്ടിയില്ല, ഇപ്പോൾ ഒരെണ്ണം വന്നിട്ടുള്ളൂ. 4 ദിവസം വന്നിട്ട് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. ഇടയ്ക്ക് വരുന്ന ട്യൂൺ അടിപൊളിയായിട്ടുണ്ട്. എന്ത് സംഭവം കാണിച്ചിട്ടില്ല. ഈ സെക്കൻഡ് പാർട്ടിലായും കാണിക്കാം. പിന്നെ കുറച്ച് പേരൊക്കെ ഉള്ളൂ. ഞാനിപ്പോൾ ഇപ്പോൾ ലോലൻ കുറച്ച് പേരൊക്കെ ഉള്ളൂ, വേറെ ആരെയും കാണിച്ചില്ല. ഇപ്പോൾ സെക്കൻഡ് പാർട്ടിലായും കൂടുതൽ കാര്യങ്ങൾ ചെറിയൊരു ഇതാണെന്ന് തോന്നുന്നു. കുറച്ച് പേരേ ഉള്ളൂ. ഓക്കെ, ചിലപ്പോൾ നോക്കാം. സെക്കൻഡ് പാർട്ട് വരികയാണെങ്കിൽ റിയാക്ഷൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ റിയാക്ഷൻ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.